മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയും എല്ലാം വൈദ്യൻ്റെ ചികിത്സാലയത്തിൽ ചെല്ലുന്നുണ്ട്. അതിനുശേഷം കണ്ണനെ വൈദ്യൻ ചികിത്സിക്കുന്നു എല്ലാമുണ്ട്. അങ്ങനെ എല്ലാ പച്ചില മരുന്നുകളും എല്ലാം കണ്ണൻ്റെ കാലിൽ അരച്ചു പുരട്ടുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, പുറത്തോട്ട് നിന്നോളൂ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി പുറത്തോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം കണ്ണന് ചില മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് വൈദ്യൻ അന്നേരം അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. കണ്ണൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ കണ്ണൻ്റെ കാൽവിരലുകൾക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം ഇനി ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്ന് വൈദ്യൻ പറയുന്നു. അങ്ങനെ മഹാലക്ഷ്മിയെ വിളിക്കാനായിട്ട് വൈദ്യൻ്റെ സഹായിയോട് പറയുന്നുണ്ട്. അങ്ങനെ സഹായി ഓടിച്ചെന്ന് മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയോട് പറയുന്നു, എത്രയും പെട്ടെന്ന് വൈദ്യനെ കാണണമെന്ന് പറയുന്നു. പെട്ടെന്ന് വരുമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പെട്ടെന്ന് പേടിച്ച് പോകുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ സഹായി പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്താ കാര്യമെന്ന്, എന്താണെങ്കിലും വൈദ്യൻ്റെ അടുത്ത് ചെന്നാലേ പറയുള്ളൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി ആകെ പേടിച്ചുകൊണ്ട് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് വൈദ്യനെ കാണുമ്പോൾ മഹാലക്ഷ്മിക്ക് ആകെ പേടിയാവുന്നു. കണ്ണേട്ടന് എന്ത് പറ്റി കാണും? കണ്ണേട്ടൻ്റെ കൈ ഞരമ്പുകളിങ്ങനെ നാടിയെടുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും വൈദ്യൻ. അത് കാണുമ്പോൾ മഹാലക്ഷ്മി പേടിച്ച് പോകുന്നുണ്ട്. കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിച്ച് കാണും, അതുകൊണ്ടാണോ എന്നെ എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞതെന്ന് ഓർത്ത് മഹാലക്ഷ്മി ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെ കണ്ണൻ എണീറ്റ് നടക്കുക തന്നെ ചെയ്യും. കണ്ണൻ എല്ലാ ചികിത്സയും ഏൽക്കുന്നുണ്ട്. എല്ലാം ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നല്ല കാലുവിരലുകൾക്കും കാലിൻ്റെ ഉള്ളം കാലിനും എല്ലാം നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടെന്ന് കണ്ണൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മരുന്ന് ഫലം കണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കണ്ണൻ്റെ മാറ്റങ്ങൾ കാണുമ്പോഴേക്കും. പിന്നീട് മേഘനാഥൻ്റെ ഫോണിലോട്ട് മാനസ വിളിക്കുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവളെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചതെന്ന് മാനസയോട് ചോദിക്കുന്നു. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്? എൻ്റെ ഭാര്യ ഇവിടെ ഉള്ള കാര്യം നിനക്കറിയാൻ പാടില്ല. നിൻ്റെ അടുത്ത് ഞാൻ ഈയിടെ അടുത്തല്ലേ വന്ന് പോയതും നിനക്ക് വേണ്ടി പൈസ തന്നതും അല്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയണ്ട, എനിക്കിപ്പോൾ തന്നെ മേഘേട്ടനെ കാണണം, എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് എത്താൻ പറയുന്നുണ്ട് മാനസ. അപ്പോൾ പറയുന്നത്, നീ ധൃതി പിടിക്കരുത്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വരാനൊക്കെ എനിക്ക് കുറച്ച് താമസമുണ്ട് എന്ന് മേഘം പറയുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് കണ്ടേ മതിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നോക്കട്ടെ, ഞാൻ പറ്റുന്ന പോലെ വരാമെന്ന് പറയുന്നു. ഇതെല്ലാം മഞ്ജു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മഞ്ജു കേട്ടതൊന്നും മേഘനാഥൻ അറിയുന്നില്ലായിരുന്നു. അങ്ങനെ മഞ്ജുവിനോടായിട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, ഞാൻ ഒരിടം വരെ പോവുകയാണ്, ഞാൻ കുറച്ച് താമസിച്ചേ വരുള്ളൂ എന്ന് പറയുന്നു. അപ്പം മഞ്ജു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വൈകിട്ടായിരിക്കുമല്ലേ വരുന്നതെന്ന് ചോദിക്കുന്നതാണ്. അപ്പം എൻ്റെ മോളെ നേരത്തെ വരണമെങ്കിൽ ഞാൻ നേരത്തെ വരാമെന്ന് പറയുന്നു. വേണ്ട, മേഘേട്ടൻ്റെ ഇഷ്ടം പോലെ എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് മഞ്ജു പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്നും നീ എന്തിനാണ് പോകുന്നതും നീ ആരെ കാണാനാണ് പോകുന്നതെന്നൊക്കെ എനിക്കറിയാമടാ എന്നിങ്ങനെ മനസ്സിൽ മഞ്ജു പറയുന്നുണ്ട്. പിന്നീട് മഞ്ജു ഈ കാര്യം സാഗറിനോട് വിളിച്ചു പറയുന്നുണ്ട്. മേഘനാഥൻ മാനസയെ കാണാനായിട്ട് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് മേഘനാഥനെ പിടിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സാഗറിന് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ സാഗർ ആ കാര്യം മാർക്കോനോട് പറയുന്നുണ്ട്. മാർക്കോ അപ്പോൾ മനസ്സിലോർക്കുന്ന ഇവനെ കൊടുക്കാൻ പറ്റിയ അവസരമാണ്, ഇത് പാഴാക്കരുതെന്ന് പറയുകയാണ്. അങ്ങനെ മാർക്കോയും സാഗറും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇനിയുള്ള എപ്പിസോഡുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും മാർക്കോ മേഘനാഥനെ പിടിക്കുമോ, മേഘനാഥൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.